ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ആലീസ് മാത്യു. അപ്പം ഞങ്ങൾ കേരളത്തിലെ കാഴ്ചകളൊക്കെ കണ്ടങ്ങ് നടക്കുകയാണ്. പക്ഷേ ഇന്നലെ ഞങ്ങളുണ്ടല്ലോ, ഞങ്ങളുടെ കസിനെ ഒന്ന് വിസിറ്റ് ചെയ്യാൻ വേണ്ടി കോതമംഗലം നെല്ലിമറ്റം വരെ ഒന്ന് വന്നതാണ്. കൂടുതലായിട്ടൊന്നും ദൂരെയൊന്നും പോകണമെന്നൊന്നും ആഗ്രഹമില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ സാൻഡിയെയും ലൗലിയെയും കാണാനായിട്ട് നെല്ലിമറ്റത്ത് വന്നു. ലൗലി ഒരു ഉഗ്രൻ കുക്കാണേ. അതുകൊണ്ടുണ്ടല്ലോ ഒരു കിടിലൻ ബ്രേക്ക്ഫാസ്റ്റ് നല്ല മൃഷ്ടാനമായി ഞങ്ങൾ അവിടെ നിന്ന് കഴിച്ചു. എന്നാ ടേസ്റ്റായിരുന്നറിയാമോ? അതോ എത്ര വിഭവങ്ങളായിരുന്നറിയാമോ? അപ്പോൾ ഇവിടെ അടുത്താണ് ഭൂതത്താൻ അണക്കെട്ടെന്നറിഞ്ഞു. അതുപോലെ എനിക്ക് ഈ കോതമംഗലം നെല്ലിമറ്റത്തിനെ കുറിച്ചൊന്നും വലിയ അറിവൊന്നുമില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഭൂതത്താൻ അണക്കെട്ടെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് കേട്ടപ്പോൾ അയ്യോ ഒന്നാവിടെ ഒന്ന് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഭൂതത്താൻ അണക്കെട്ട് കാണാൻ വേണ്ടി യാത്ര തിരിച്ചതാണേ. എൻ്റെ പൊന്നെ, ഭൂതത്താൻ അണക്കെട്ട് കാണാൻ പോയി ഞങ്ങൾ എവിടെയാണ് ചെന്ന് നിന്നതെന്നറിയാമോ? കൊടും വനത്തിൽ കല്ലേലിമേട്ടിലെ ചെറുകുത്ത് വെള്ളച്ചാട്ടത്തിൽ. ശരിക്കും സാഹസികമായ ആ കഥ ഇങ്ങനെയാണ്. അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ ഭൂതത്താൻ അണക്കെട്ട് കാണാനായിട്ട് തിരിച്ചെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് സാൻഡിയൊക്കെ കൂടെ വിഷയം മാറ്റി നമുക്കെന്നാൽ പൂയംകുട്ടി ബ്രിഡ്ജ് കാണാമെന്ന് പറഞ്ഞു. വളരെ ചരിത്രപ്രധാനമായിട്ടുള്ളൊരു ബ്രിഡ്ജാണ്. പുലിമുരുകനും അതുപോലെ കുറേ സിനിമകളൊക്കെ ഷൂട്ട് ചെയ്ത സ്ഥലമാണ്. എന്നാൽ അങ്ങോട്ട് വിടാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ നെല്ലിമറ്റത്തിൽ നിന്ന് യാത്രയായി. അങ്ങനെ ഞങ്ങൾ തട്ടേക്കാട് പക്ഷി സങ്കേതവും കഴിഞ്ഞ് നേരെ പോകുന്നത് കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്തിലാണ്. അങ്ങനെ ഞാൻ ഈ വഴിയോര കാഴ്ചകളൊക്കെ കണ്ട് അതിൻ്റെ കാടിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് അങ്ങനെ പോകുമ്പോൾ അതിമനോഹരമായ ഒരു കാഴ്ച കണ്ടു. ശാന്തസുന്ദരമായി അതിവിശാലമായി ഒഴുകുന്ന ഒരു നദി. അത് കണ്ടിട്ട് അവിടെ ഒന്നും ഇറങ്ങാതെ മുന്നോട്ട് പോകാൻ തോന്നിയില്ല. അതുകൊണ്ട് ഞങ്ങൾ അവിടെ ഒന്ന് ഇറങ്ങി. അത് ഇടമലയാറും പൂയംകുട്ടിയാറും കൂടി യോജിക്കുന്ന അതിമനോഹരമായിട്ടുള്ളൊരു സ്ഥലമായിരുന്നു. ഇടമലയാറിൻ്റെ ഇക്കരെ നിന്ന് അക്കരയ്ക്ക് പോകാനായിട്ട് ചെറിയൊരു പാലമുണ്ട്. ഞങ്ങൾ ആ പാലത്തിൽ കയറി കുറച്ച് ദൂരം പോയി. അവിടെ നിന്നും ആറ്റിലോട്ട് നോക്കിയപ്പോഴത്തെ പ്രകൃതി ഭംഗി കണ്ട് മതി മറന്നു പോയെന്നുള്ളതാണ്. നമ്മുടെ കേരളത്തിന് ഇത്രയും ഭംഗിയോ? കര കവിഞ്ഞൊഴുകുന്ന ആറിന് ചുറ്റും പച്ചപ്പ് പടർന്ന് പന്തലിച്ച് കിടക്കുകയാണ്. അതുപോലെ തന്നെ ഈ വെള്ളത്തിൻ്റെ ഇരമ്പലും കൂടി ആകുമ്പോഴേക്കും അവിടെ നിന്നാൽ ഉറങ്ങിപ്പോകുന്ന പോലെ ആയിപ്പോയി കേട്ടോ. എന്തൊരു ഭംഗിയാണെന്ന് നിങ്ങൾ തന്നെ ഒന്ന് നോക്കിക്കുക. എന്തോ രസമാണ്. ചുമ്മാതെ എല്ലാ കവികളും സാഹിത്യകാരന്മാരും ഒക്കെ നമ്മുടെ പുഴകളെക്കുറിച്ചും കാടുകളെക്കുറിച്ചും എല്ലാം വർണ്ണിച്ചിരിക്കുന്നത്. എനിക്കാണെങ്കിൽ ഈ ആറ്റിലൊന്ന് ഇറങ്ങിയിട്ട് ആ വെള്ളത്തിലൊക്കെ ഒന്ന് തൊടാനായിട്ട് ഭയങ്കര ആഗ്രഹം. അങ്ങനെ അങ്ങ് നോക്കി വന്നപ്പോൾ കുറേ സ്റ്റെപ്സ് അവിടെയുണ്ട്. അപ്പം ഞങ്ങൾ ആ സ്റ്റെപ്പ് വഴി താഴോട്ട് ഇറങ്ങി വന്നു കേട്ടോ. അപ്പം അയ്യോ നല്ല രസം. എന്നിട്ട് വെള്ളത്തിനകത്തൊക്കെ ഒന്ന് തൊടാൻ പറ്റി. ഈ അരികിൽ അധികം വെള്ളമൊന്നും ഇല്ലായിരുന്നു, പക്ഷേ നല്ല ഒഴുക്കൊക്കെ ഉണ്ട് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് കുറേ പാറകളൊക്കെ കാണാം. ഈ പാറയെ നോക്കിയപ്പോൾ ഈ ആളുകൾ ഇവിടെ വന്ന് കുളിക്കാറുണ്ട്. കാരണം ഇവിടെ ചകിരി വെച്ചിട്ടുണ്ടായിരുന്നു. ഈ തേച്ച് കുളിച്ചേച്ച് വെച്ചിരിക്കുന്ന ചകിരിയൊക്കെ ഉണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ നടുക്കോട്ടൊക്കെ പോകാതെ അടുത്ത് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നല്ലപോലെ നിലയൊക്കെയുള്ള സ്ഥലമാണെന്ന് തോന്നുന്നു. പിന്നെ കണ്ടോ, ഈ ആറിൻ്റെ നടുക്ക് നിൽക്കുന്ന ആ മരം. എന്നോ ഭയങ്കര മരമാണെന്നറിയാമോ? ഇതെങ്ങനെ ഈ ആറിൻ്റെ നടുക്ക് എന്നുള്ളതാണ് എൻ്റെ സംശയം. ഞങ്ങൾ കുറേ നേരം അവിടെ അതങ്ങ് നോക്കി നിന്ന് കേട്ടോ. എന്തൊരു ഭംഗി. അതുപോലെ നല്ല വലിയ വെയിലൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് നമുക്ക് പാറയുടെ പുറത്തൊക്കെ കയറി നിന്ന് ചുറ്റും നോക്കി ആ സൗന്ദര്യം, ആ പ്രകൃതി സൗന്ദര്യം മുഴുവനും ആസ്വദിക്കാൻ കഴിഞ്ഞു. അല്ല, നിങ്ങൾ തന്നെ ഒന്ന് നോക്കിക്കേ. ആ പച്ച മരങ്ങൾക്കപ്പുറം മേഘം നിറഞ്ഞു നിൽക്കുന്ന ആകാശവും ആരോ വരച്ചു വെച്ചതുപോലെ തോന്നുന്നില്ലേ? വാവ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് കയറിപ്പോരാൻ തോന്നിയില്ല. പക്ഷേ ഈ മാമലക്കണ്ടത്ത് പോകണം, പൂയംകുട്ടി റോഡ് കാണണം, ഭൂതത്താൻകെട്ട് അണക്കെട്ട് കാണണം, ഇതെല്ലാം മനസ്സിൽ നിന്നുകൊണ്ട് അവിടുന്ന് മനസ്സില്ലാ മനസ്സോടെയാണ് നദിയിൽ നിന്നും കയറിപ്പോരുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കയറിയിട്ട് പൂയംകുട്ടി ബ്രിഡ്ജ് കാണണമെന്നും പറഞ്ഞുകൊണ്ട് യാത്ര തിരിച്ചു. അങ്ങനെ ഞങ്ങളിങ്ങോട്ട് പോരുവാണേ. ഞാൻ സൈഡിലോട്ട് നോക്കിക്കൊണ്ടിരുന്നിട്ട് ഈ വനം പോലെയുള്ള പ്രദേശത്തൂടെ പോരുന്ന ആ മരങ്ങളുടെ എല്ലാം ഫോട്ടോയൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ട് വരുമായിരുന്നു. അങ്ങനെ നോക്കി വരുമ്പോൾ ഒരു ജീപ്പ് ജങ്കാറിൽ കയറ്റിക്കൊണ്ട് പോകുന്നു. എന്ന് പറഞ്ഞാൽ 2 വള്ളങ്ങൾ കൂട്ടിക്കെട്ടിയ ചെങ്ങാടം, അല്ലെങ്കിൽ ഫെറി എന്നൊക്കെ പറയാം. ഇവിടെയുള്ളവർ പറഞ്ഞത് ജങ്കാർ എന്നാണ്. എന്നെ അതിശയിപ്പിച്ച കാര്യം എന്താണെന്നറിയാമോ? ഒരു കയറാണ് ഈ ജങ്കാറിൻ്റെ സ്റ്റിയറിങ്. ക്യാൻ യു ബിലീവ്? എറണാകുളത്ത് ഞാൻ ജങ്കാറിൽ കയറിയിട്ടുണ്ട്. പക്ഷേ ആ ജങ്കാർ ഒരു മോട്ടർ വെച്ചാണ് ഓടിച്ചിരുന്നത്. എന്നാൽ ഈ ജങ്കാർ ഒരു കയറിൻ്റെ ബലത്തിലാണ് അക്കരെ ഇക്കരെ ഓടുന്നത്. ഞങ്ങൾ വണ്ടി നിർത്തിയിട്ട് ഓടി ഇറങ്ങി വന്നപ്പോഴത്തേന് ഈ ജങ്കാർ ഒരു നദിയുടെ മധ്യഭാഗത്തെത്തിയിരുന്നു. നിങ്ങൾക്ക് വിശ്വസിക്കാമോ? 2 വലിയ വള്ളങ്ങൾ, അതിലൊരു ജീപ്പ്, നിറയെ ആൾക്കാരെയും കൊണ്ട് കുത്തി ഒഴുകുന്ന നദി മുറിച്ച് കിടക്കുന്നത് ഒരു കയറിൻ്റെ ബലത്തിൽ.
അതോ ഈ നദിയാണെങ്കിൽ അങ്ങനെ നിറയെ വെള്ളമായിട്ട് കിടക്കുവാണെങ്കിൽ ശരിക്കും നല്ല ഒഴുക്കുണ്ട്. ഒരു സൈഡിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ശാന്തമായിട്ട് ഒഴുകുന്നെന്ന് തോന്നും. പക്ഷെ നമ്മളങ്ങോട്ട് നല്ലപോലെ നോക്കിയാൽ അറിയാം നല്ലതുപോലെ ഒഴുക്കെല്ലാം ഉണ്ട്, ആഴവുമുണ്ട്. ആ ഫെറി തിരിച്ചു വരുന്നത് വരെ അവിടുത്തെ വിശേഷങ്ങളൊക്കെ തിരക്കി ഞാൻ നിന്നു. അപ്പോൾ അറിയാൻ കഴിഞ്ഞത് അക്കരെ ചെന്നാൽ 6 കിലോമീറ്റർ ദൂരം കൊടും വനമാണ്. 4 വീൽ ഡ്രൈവുള്ള ജീപ്പ് മാത്രമേ പോകത്തുള്ളൂ. അതുവഴി പോയാൽ അതിമനോഹരമായ ഒരു വാട്ടർഫോളും കാണാമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഞങ്ങൾക്കെല്ലാവർക്കും ആ വനത്തിൽ കൂടി ഒന്ന് പോകാനായിട്ടുള്ള ജിജ്ഞാസ അങ്ങ് ഭയങ്കരമായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ എന്നാ എടുത്തെന്നറിയാമോ, ഇനി പൂയംകുട്ടി ബ്രിഡ്ജും മാമലക്കണ്ടവും എല്ലാം പിന്നെ ഒരു ദിവസം കാണാമെന്ന് കരുതിയിട്ട് ഏതാണേലും വനത്തിൽ കൂടെ പോയിട്ട് തന്നെ ഈ ജങ്കാറിൽ ഒന്ന് കയറി അക്കരയ്ക്കൊന്ന് പോയി വനത്തിൽ കൂടെ പോയിട്ട് തന്നെ കാര്യമെന്നും കരുതി ഒരു ജീപ്പെല്ലാം അറേഞ്ച് ചെയ്തു. ഇവിടെ ചെങ്ങാടം വന്നെടുക്കാനായിട്ട് വലിയ നീളമുള്ള ഒരു തടി പ്ലാറ്റ്ഫോം ആയിട്ട് ഇട്ടിട്ടുണ്ട്. ആ ഫെറി ഈ തടിയുടെ അടുത്ത് കൊണ്ടുവരുന്നത് കണ്ടോ? ആ ഫെറി ഈ പ്ലാറ്റ്ഫോമിലോട്ട് അടുക്കുന്നത് കമ്പ് കൊണ്ട് കുത്തിയാണ്. ശരിക്കും ഇവരെ സമ്മതിച്ചു കൊടുക്കണം കേട്ടോ. കറക്റ്റായിട്ട് ആ പ്ലാറ്റ്ഫോമിലോട്ട് കൊണ്ടുവരുന്നുണ്ട്. ആ പ്ലാറ്റ്ഫോമിലോട്ട് അടുക്കുമ്പോൾ കയറ് കൊണ്ട് വലിച്ചടുപ്പിച്ച് ഒരു കുറ്റിയിൽ കെട്ടി സ്റ്റെബിലൈസ് ചെയ്യും. എന്നിട്ട് ജീപ്പ് കയറ്റാനായിട്ട് ഇരുമ്പിൻ്റെ 2 പലകകൾ ഇൻക്ലൈൻഡ് ആയിട്ട് വയ്ക്കും. അതിനുശേഷം ജീപ്പ് അങ്ങോട്ട് ഓടിച്ച് കയറ്റും. ഓ ശരിക്കും കേട്ടോ, ഇത് കണ്ടോണ്ട് നോക്കുന്ന എനിക്കിത് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നിപ്പോയി കേട്ടോ. ശരിക്കും അത്ഭുതമായിപ്പോയി. അങ്ങനെ ഞങ്ങളുടെ ജീപ്പും ജങ്കാറിൽ കയറ്റി ഹസ്ബൻഡും കൂടെ പോന്നു. ഞങ്ങളുടെ ത്രില്ലൊന്നും പറഞ്ഞറിയിക്കേണ്ട. പക്ഷെ നല്ല സ്മൂത്തായിട്ടാണ് ഞങ്ങളുടെ ജീപ്പ് ജങ്കാറിൽ കയറ്റിയത്. വളരെ സ്മൂത്തായിട്ട് ഞങ്ങളുടെ ജീപ്പ് ജങ്കാറിൽ കയറ്റി. ഈ നദിയുടെ കുറുകെ ഒരു വടം കെട്ടിയിട്ടുണ്ട്. സാമാന്യം നല്ല വലിപ്പമുള്ള കയറ് തന്നെയാണ് കെട്ടിയിരിക്കുന്നത്. ജങ്കാർ ഒരു മുള ഉപയോഗിച്ച് ഈ കയറിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി. എന്നിട്ട് 2 പേർ ഈ കയറിൽ പിടിച്ചു വലിക്കുമ്പോൾ ഈ ഫെറി മുന്നോട്ട് നീങ്ങും. ഇപ്പോൾ ഈ നദി നിറയെ വെള്ളം കിടക്കുന്നതിനാലാണ് ഈ കയറ് കെട്ടിയിരിക്കുന്നത്. അല്ലാതെ വേനൽക്കാലമൊക്കെ ആകുമ്പോൾ വെറും മുള ഉപയോഗിച്ചാണ് അല്ലെങ്കിൽ ഈ കമ്പ് ഉപയോഗിച്ചാണ് അവർ അക്കരെ വരുന്നത്. എന്നിട്ട് 2 പേർ ഈ കയറിൽ പിടിച്ച് വലിക്കുമ്പോൾ ഈ ഫെറി മുന്നോട്ട് നീങ്ങും. അപ്പോൾ ശരിക്കും നല്ല ബാലൻസും ശക്തിയും വേണം ഈ ജങ്കാർ അക്കരെ എത്തിക്കാൻ. ഒരു നിമിഷം നിങ്ങൾ ഈ സ്റ്റില്ലൊന്ന് നോക്കിക്കേ, എന്തോ ഒരു ഭംഗിയാണ് നമ്മുടെ പ്രകൃതിക്ക്. വാവ്, എനിക്കിങ്ങനെ അങ്ങ് നോക്കിയിരിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇതൊക്കെ ആസ്വദിക്കാൻ സാധിച്ചല്ലോ എന്നോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ നദിയുടെ നടുക്ക് ഏകദേശം 7 ആൾ വെള്ളമുണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഈ നദി പെരിയാറിൻ്റെ തലക്കെട്ടാണെന്നാണ് ഇവർ പറയുന്നത്. ഇവർ കയർ പിടിച്ച് ജങ്കാർ സ്റ്റിയർ ചെയ്ത് കണ്ടപ്പോൾ സാൻഡിക്ക് ഒരു ആഗ്രഹം, സാൻഡിക്കും വലിക്കണമെന്ന്. അതുകൊണ്ട് സാൻഡിയും കയറിൽ പിടിച്ച് വലിച്ച് ഈ ജങ്കാർ അക്കരെ എത്തിക്കാനായിട്ട് സഹായിച്ചു.
അങ്ങനെ ഞങ്ങൾ ഇക്കരെ എത്തി. എൻ്റെ പൊന്നേ, അത് കഴിഞ്ഞ് ഞങ്ങൾ വനത്തിൽ കൂടി 6 കിലോമീറ്റർ അതിസാഹസികമായി യാത്ര ചെയ്തു. ഇവിടെ നമ്മുടെ സ്വന്തം വണ്ടിയിലൊന്നും പോകാൻ പെർമിഷൻ ഇല്ല. ഈ കാട്ടിൽ കൂടി ഓടിക്കാൻ 4 വീൽ ഡ്രൈവുള്ള ജീപ്പ് തന്നെ വേണം. സാധാരണ ജീപ്പൊന്നും പറ്റത്തുമില്ല. ഞങ്ങൾക്ക് കിട്ടിയ ഡ്രൈവർ ഒരുപാട് നല്ലതായിരുന്നു കേട്ടോ. പുള്ളിക്കാരൻ ഞങ്ങളെ എല്ലാം പറഞ്ഞു തരികയും കൂട്ടത്തിൽ തന്നെ നിൽക്കുകയും ചെയ്തു. ഈ കാട്ടിലും 18ഓളം കുടുംബങ്ങളൊക്കെ താമസിക്കുന്നുണ്ട്. ഈ കാട്ടിൽ ആദിവാസികൾ മാത്രമല്ല, നാട്ടുകാരും താമസിക്കുന്നുണ്ട്. ഇവർക്ക് വൈദ്യസഹായത്തിനോ ഭക്ഷണം വാങ്ങാനോ ഒക്കെ ഈ പുഴ കടന്ന് ഇക്കരെ വരണം. അത് കണ്ടിട്ട് വളരെ വിഷമം തോന്നിപ്പോയി. എത്രയും വേഗം ഇവർക്കൊരു പാലം ഇവിടെ ഉണ്ടാകട്ടെ എന്ന് ആശിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ഈ കടത്തിനടുത്ത് തന്നെ കുറേ നാട്ടുകാരും താമസിക്കുന്നുണ്ട്. അതുകൊണ്ട് കുറച്ച് സ്ഥലങ്ങളിലൊക്കെ ഇലക്ട്രിസിറ്റി ഉണ്ട്. ആ ഇലക്ട്രിസിറ്റിക്ക് വേണ്ടിയുള്ള കേബിളിന് വേണ്ടിയാണ് കുറച്ച് ദൂരമൊക്കെ ടാർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കിയെന്നാൽ അറിയാം, കുറേ വഴികളൊക്കെ കുറച്ച് ടാർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒട്ടും മെയിൻ്റനൻസ് ഒന്നും ചെയ്തിട്ടില്ല. ഈ ജീപ്പാണെങ്കിൽ പാറകളുടെ മുകളിൽ കൂടിയൊക്കെയാണ് പോകുന്നത്. അതുപോലെ ഇടയ്ക്കിടയ്ക്ക് ചെറിയ നീരരുവികളും ഒക്കെ കാണാം. വലിയ ആഴമൊന്നും ഇല്ല, പക്ഷേ അതൊക്കെ താണ്ടിയാണ് ഞങ്ങളുടെ ജീപ്പ് പോയത്. ഈ പാറകളുടെ മുകളിൽ കൂടിയുള്ള ജീപ്പിൻ്റെ യാത്രയാകുമ്പോൾ ഭയങ്കരമായിട്ട് കുടുക്കമാണ്. അതുകൊണ്ട് ഞാൻ ഫോട്ടോ എടുക്കുമ്പോൾ ക്യാമറ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ചലിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ ഫോട്ടോഗ്രാഫിയെ കുറ്റം പറയരുത് കേട്ടോ. ഞാൻ എൻ്റെ മാക്സിമം എടുത്ത് വീഡിയോ ചെയ്യുന്നുണ്ട്. ഈ കാട്ടിൽ ആനയും പുലിയും കടുവായും ഒക്കെ ഉണ്ടെന്നാണ് ഡ്രൈവർ പറഞ്ഞത്. ഇടയ്ക്കും പുഴയ്ക്കുമൊക്കെ ആനകളെ കാണാറുണ്ടെന്നും ഡ്രൈവർ പറഞ്ഞു. ഞങ്ങൾ പോകുന്ന വഴിക്ക് ആനപ്പിണ്ടം കിടക്കുന്നത് കണ്ടു. പക്ഷേ ഫ്രഷ് പിണ്ടമല്ലാത്തതുകൊണ്ട് സാരമില്ലെന്ന് ഡ്രൈവർ പറഞ്ഞു. ഫ്രഷ് പിണ്ടമായിരുന്നെങ്കിൽ നമുക്ക് ഇച്ചിരി പേടിക്കണമായിരുന്നു. കാരണം ആന ഇവിടെ എവിടെയോ അടുത്ത് തന്നെ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഡ്രൈവർ പറയുവാണ് ഇടയ്ക്കും പുഴയ്ക്കും ഒക്കെ ആനകളെ കാണാറുണ്ടെന്ന് പറഞ്ഞു. ഞാനാണെങ്കിൽ ഒരു റെഡ് ബ്ലൗസും ഇട്ടിരുന്നതിനാൽ എല്ലാവരും എന്നെ ടീസ് ചെയ്തു. കാരണം ആനയ്ക്ക് ഇഷ്ടമില്ലാത്തൊരു കളറാണ് റെഡ്. റെഡ് കണ്ടെന്നാൽ ആന ഓടി വരും. എനിവേ, ഇവിടെ ഡ്രൈവർമാരുടെ ഇടയിൽ വളരെ സൗഹൃദമാണ്. കാട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും. അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഡ്രൈവർ ആരെയും അങ്ങോട്ട് കൊണ്ടുപോകത്തില്ല. ഈ കാട്ടിൽ കൂടിയുള്ള യാത്ര അതിമനോഹരമായിരുന്നു. എനിക്കാണെങ്കിൽ ആ കാട്ടിലൊന്ന് ഇറങ്ങിയിട്ട് കുറേ പടം എടുക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു, ഓടി നടക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആനയെ പേടി, അതിലുപരി റെഡ് ബ്ലൗസ് ഇട്ടിരുന്നു. അതിനാൽ അത് വേണ്ടെന്ന് ഞാൻ വെച്ചു. മിക്ക സ്ഥലങ്ങളിലും ഒരു വണ്ടി ഇങ്ങോട്ട് വന്നാൽ സൈഡ് പോലും കൊടുക്കാൻ പറ്റത്തില്ലായിരുന്നു. അപ്പം നമുക്കൊന്ന് ഇറങ്ങി നിൽക്കാൻ പോലും ഉള്ള ഇതില്ല. അതുകൊണ്ട് ഞാൻ ഇറങ്ങിയില്ല. നോക്കിക്കേ, പ്രകൃതി ഇഷ്ടമുള്ളവർ ഇതൊന്ന് കണ്ടേ. ജീപ്പിലിരുന്ന് സൈഡിലോട്ട് നോക്കിയാൽ അഗാധ ഗർത്തങ്ങൾ കാണാം. കണ്ടാൽ പേടി തോന്നും. അതുപോലെ തന്നെ എന്തോ ഒരു ഭംഗിയാണെന്ന് നോക്കിക്കേ. ഒരു 3D പടം പിടിച്ച പോലെയില്ലേ? ഇത് കണ്ടോ, കൊടും വനം തന്നെയാണ്. ആനയൊക്കെ നിന്നാൽ പോലും നമുക്ക് കാണാൻ പറ്റുകയില്ല. പക്ഷേ കാടിന് എന്തോ ഒരു ഭംഗി. ഇതാണ് കല്ലേലിമല. കോടമഞ്ഞിൽ മൂടിക്കിടക്കുന്നത് കണ്ടോ? എന്നാ ഒരു ഭംഗിയാണെന്ന് തോന്നുന്നേ. ശരിക്കും എനിക്ക് തോന്നുന്നു ഒരു 3D പടം പിടിച്ചതുപോലെ തോന്നുന്നില്ലേ? വാവ്, സോ ബ്യൂട്ടിഫുൾ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആനശല്യം ഇല്ലായിരുന്നെങ്കിൽ ഇവിടെയൊക്കെ ഒന്ന് ഇറങ്ങി ഓടിച്ചാടി നടക്കാനായിട്ട് അങ്ങ് തോന്നിപ്പോവുകയാണ്. ദേ കണ്ടോ, ഇവിടെയുമുണ്ട് റബ്ബർ തോട്ടം. ഇവിടെ റബ്ബറിനെല്ലാം പാവാട കെട്ടി വെച്ചിരിക്കുന്നത് കണ്ടോ? ഡ്രൈവർ പറയുവാണേ, റബ്ബറിന് പാവാട കെട്ടിയാൽ പിറ്റേ ദിവസം ആന വന്നത് പറിച്ചു കളയും. അതുകൊണ്ട് അവർ സെൻസർ വേലി കെട്ടിയിരിക്കുന്നത് കണ്ടോ? 3 ദിവസം മുമ്പ് ആന വന്ന ഈ വേലി പോലും പൊളിച്ചതാണെന്നാണ് പറഞ്ഞത്. ഇവിടെയുള്ള ആളുകളുടെ ജീവിതം ഇച്ചിരി കഷ്ടം തന്നെയാണ് കേട്ടോ. ഇവർ ശരിക്കും പ്രകൃതിയോടും വന്യമൃഗങ്ങളോടും മല്ലടിച്ചാണ് ഇവിടെ ജീവിക്കുന്നത്. ശരിക്കും അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട കാര്യമാണ്. ഇതാണ് കല്ലേലി മല. ഈ കല്ലേലി മലയ്ക്കപ്പുറം 65 കുടികളുണ്ടെന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞെന്നാൽ എല്ലാവരും ആദിവാസികളാണ്. ഇവിടെ ആർക്കും പട്ടയമൊന്നും ഇല്ല. എല്ലാവർക്കും കൈവശാവകാശം മാത്രം. ശരിക്കും ഒരു വണ്ടിക്ക് മാത്രം വീതിയുള്ള വഴിയാണുള്ളത്. ഇടയ്ക്ക് കുറച്ച് വീടുകളൊക്കെ കണ്ടു. ഇവർ സോളാർ വെച്ചാണ് ഇലക്ട്രിസിറ്റി എടുക്കുന്നത്. അതും അധികം നേരമൊന്നും നിൽക്കത്തില്ലെന്നാണ് പറഞ്ഞത്. ഈ വീട്ടുകാരൊക്കെ ഉണ്ടല്ലോ, നേരം വെളുത്ത് നോക്കുമ്പോൾ ചിലപ്പോൾ ആന മുറ്റത്ത് നിൽക്കുന്നത് കാണാമെന്നാണ് പറഞ്ഞത്. എൻ്റെ പൊന്നെ, ഇവിടെ താമസിക്കുന്നവരെയൊക്കെ സമ്മതിച്ചു കൊടുക്കണം. അങ്ങനെ ഞങ്ങൾ ചെന്ന് ഈ കാണുന്ന സ്ഥലത്തെത്തി. ഈ വഴി കണ്ടാൽ നല്ലതാണെന്ന് തോന്നും, പക്ഷേ ഏറ്റവും വിഷമം പിടിച്ച വഴിയായിരുന്നു. ഈ വഴി കണ്ടാൽ നടുക്ക് പുല്ലുണ്ട്, 2 സൈഡിലും നല്ല മണ്ണ് വഴിയാണെന്ന് തോന്നും. പക്ഷേ ആ മണ്ണ് വഴി ഉണ്ടല്ലോ, ഒരടി താഴ്ചയിൽ കൊഴുകൊഴാന്ന് ചേറ് കിടക്കുകയാണ്.
ഡ്രൈവർ മിടുക്കനായതുകൊണ്ട് സേഫായി എത്തിച്ചു. അയ്യോ, ഭയങ്കരമായിട്ട് ഞങ്ങൾ പേടിച്ചു പോയ ഒരു സ്ഥലമാണത് കേട്ടോ. പക്ഷേ പറയാതിരിക്കാൻ വയ്യ, ഈ വഴിയുടെ അവസാനം ജന്നത്തിൻ ഫിർദൗസ് ആയിരുന്നു. വാവ്, അത്രയും മനോഹരമായ ഒരു വെള്ളച്ചാട്ടത്തിലോട്ടാണ് ഞങ്ങളെ ഈ ഡ്രൈവർ കൊണ്ടുവന്നത്. ഇത് കല്ലേലിമേട്ടിലെ ചെറുകുത്ത് വെള്ളച്ചാട്ടമാണ്. അധികം ആരും കാണാത്തൊരു വാട്ടർഫോൾ. കാരണം ഇവിടെ ഈസി ആയിട്ടൊന്നും വരാൻ പറ്റത്തില്ല. നമ്മൾ സ്പെഷ്യൽ ജീപ്പൊക്കെ പിടിച്ചു വേണം ഇവിടെ വരാനായിട്ട്. അതുകൊണ്ട് അധികം ആരും ഇവിടെ വന്നിട്ടില്ല. ഇതിൻ്റെ മുകളിലോട്ട് നോക്കിയാൽ ശാന്തസുന്ദരമായി ഒഴുകുന്ന ഒരു കാട്ടാറ്. എന്നാൽ അതിനുശേഷം 10,000 പാദസരങ്ങൾ കിലുക്കിക്കൊണ്ടാണ് ആ ആറ് താഴേക്ക് പതിക്കുന്നത്. അമേരിക്കയിലെ നയാഗ്ര വെള്ളച്ചാട്ടത്തെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ ഒരു എൽ ഷേപ്പിലാണ് വെള്ളം വന്ന് പതിക്കുന്നത്. ഈ ഫോളിൻ്റെ റൈറ്റ് സൈഡിൽ ആർത്തലിച്ച് വെള്ളം വീഴുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ പരന്നാണ് വെള്ളം വീഴുന്നത്. ഒരു നിമിഷം ഒന്ന് ശ്രദ്ധിച്ച്, 10,000 പാദസരങ്ങൾ കിലുക്കിയ പോലെയല്ലേ ഈ കാട്ടാർ ഒഴുകുന്നത്. ബ്യൂട്ടിഫുൾ. നിങ്ങൾ ശ്രദ്ധിച്ചോ, ഈ പാറയിൽ സ്റ്റെപ്പായി കൊത്തിവെച്ചിരിക്കുന്നത് പോലെ തോന്നുന്നില്ലേ? അതാരും കൊത്തിവെച്ചതല്ല, നേച്ചർ തന്നെ ഉണ്ടാക്കിയതാണ്. വെയിലും ചൂടും മഴയും ഒക്കെ കൊണ്ട് പ്രകൃതി തന്നെ കൊത്തിയെടുത്തതാണ് ഈ കൽപ്പടവുകൾ. അതുവഴി ആ വെള്ളം പരന്ന് വീഴുന്നത് കാണാൻ ഭയങ്കര ഭംഗിയാണ് അല്ലേ? മുത്തുമണികൾ ചിതറിയതുപോലെ ആ വെള്ളം വന്ന് വീഴുന്നത് കണ്ടോ? ഈ വാട്ടർഫോളിൻ്റെ താഴെ വരെ നമ്മൾക്ക് ഇറങ്ങിച്ചെല്ലാവുന്നതാണ്. ഇറങ്ങുമ്പോൾ സൂക്ഷിക്കണമെന്ന് മാത്രം. ചെരുപ്പ് ഊരി വെച്ചിട്ട് വേണം ഇറങ്ങാൻ, അല്ലെങ്കിൽ നമുക്ക് തെന്നാൻ ചാൻസ് ഉണ്ട്. ചെരുപ്പ് ഊരി വെച്ച് കഴിയുമ്പോൾ നമുക്ക് നല്ലൊരു ഗ്രിപ്പ് കിട്ടും. അതുപോലെ തന്നെ നനഞ്ഞ ഇടത്തൊന്നും ചവിട്ടാതിരുന്നാലും മതി. ഞങ്ങളിതിൻ്റെ താഴെ വരെ ഇറങ്ങി, കാരണം ആ ഡ്രൈവർ ഞങ്ങളെ കൈ പിടിച്ചുകൊണ്ട് കൊണ്ടുപോയി. അതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് അങ്ങ് താഴെ വരെ പോകാൻ സാധിച്ചു. പിന്നെ ഞങ്ങൾ ഈ വാട്ടർഫോളിൻ്റെ അടുത്ത് ആ മിസ്റ്റും ഒക്കെ അടിച്ച് എല്ലാം മറന്ന് അങ്ങനെ കുറേ നേരം അങ്ങ് ഇരുന്നു. എന്നാ ഒരു സന്തോഷമായിരുന്നെന്നോ, എന്നാ ഒരു രസമായിരുന്നെന്നോ പറഞ്ഞറിയിക്കാൻ വയ്യ കേട്ടോ. ഇതൊന്നും മനുഷ്യനൊന്നും ഉണ്ടാക്കിയാലൊന്നും ഇത്രയും ഭംഗിയായിട്ട് വരത്തില്ല. അത് ആ പ്രകൃതി തന്നെ ഉണ്ടാക്കിയിരിക്കുന്ന വെള്ളച്ചാട്ടമായതുകൊണ്ടാണ് ഇതിന് ഇത്രയ്ക്കും ഭംഗി. ഞാനെന്നിട്ട് ഈ വെള്ളത്തിലൊന്ന് മുഖം കഴുകി. എന്നാ ഒരു സുഖമാണെന്നറിയാമോ, എന്നാ ഫ്രഷ് വാട്ടർ. ഇത്രയും നല്ല ഫ്രഷ് വാട്ടർ കിട്ടാനേ ചാൻസ് ഇല്ല. വാസ്തവം പറഞ്ഞാൽ അവിടുന്ന് പോരാനേ തോന്നിയില്ല. പക്ഷേ തിരിച്ചു വനം ഇറങ്ങേണ്ടതായതിനാലും ആനയെ പേടിയുള്ളതിനാലും ഞങ്ങൾ തിരിച്ചു പോന്നു. നിങ്ങൾക്ക് അഡ്വഞ്ചർ ഇഷ്ടമാണെങ്കിൽ ഈ വെള്ളച്ചാട്ടത്തിൽ വന്നാൽ ശരിക്കും എൻജോയ് ചെയ്യാം കേട്ടോ. ഇതൊക്കെ കാണുമ്പോഴാണ് നമ്മുടെ കേരളം എത്ര സുന്ദരമാണെന്ന് മനസ്സിലാക്കുന്നത്. നിങ്ങൾ വരുവാണെങ്കിൽ രാവിലെ തന്നെ വരണം. അപ്പോൾ നമുക്കൊരു 2 മണി 3 മണി വരെ ഇതിൻ്റെ ചുറ്റിനും ഇറങ്ങി ചുറ്റിനും ഇരിക്കുകയോ നടക്കുകയോ ഒക്കെ ചെയ്തിട്ട് തിരിച്ചു പോകാവുന്നതാണ്. എനിക്കറിയാം, പ്രകൃതിയെ ഇഷ്ടപ്പെടുന്ന ഏവർക്കും ഈ വീഡിയോ കണിശമായിട്ടും ഇഷ്ടമാകുമെന്നതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ഇതുപോലെ വേറെ സ്ഥലങ്ങളിലും ഞങ്ങൾ പോയാൽ ആ വീഡിയോസ് ഞാൻ ഇടാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ ബായ്.